ഒടുവിൽ തീരുമാനം വന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ എത്തുന്നു. വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വലിയൊരു റാലി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുക. അപ്പോൾ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തീരുമാനമായി. കാരണം കേരളത്തിലെ മലയാള മാധ്യമങ്ങളാണല്ലോ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ, പ്രതിപക്ഷ നേതാവിനെയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിലെല്ലാം തന്നെ വി ഡി സതീശൻ്റെ ഒരു ഫുൾ പേജ് അഭിമുഖം, വി ഡി സതീശനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാർത്ത, ഇതൊക്കെ തന്നെയാണ് വരുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? തെരഞ്ഞെടുപ്പ് ഒരു സൈക്കോളജിക്കൽ വാർ കൂടിയാണ്, മനഃശാസ്ത്ര യുദ്ധം. ആ മനഃശാസ്ത്ര യുദ്ധത്തിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലായിരിക്കണം നേതാവ്. വി ഡി സതീശൻ ഇപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ സർക്കാർ മാറും, പുതിയ സർക്കാർ വരും, ആ സർക്കാരിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് എന്നിൽ ആയിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകും എന്ന അദ്ദേഹത്തിൻ്റെ വാചകത്തിൻ്റെ അടിത്തറ അതാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കും, ഞാൻ മുഖ്യമന്ത്രിയാവും, തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസ് വി ഡി സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വി ഡി സതീശൻ സ്വയം അതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനാണ് മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം സ്വയം പറയുന്നതിന് സമാനമായ ഒരു വാചകം കൂടിയാണ്. എന്നുവെച്ചാൽ മനഃശാസ്ത്രപരമായി അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷത്തെയും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു, ഞാനാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ യാത്ര അവസാനിക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിക്കാം, അദ്ദേഹം ആയിരിക്കും കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി. പക്ഷേ നമുക്ക് ഒരു സംശയം. ഇപ്പം രമേശ് ചെന്നിത്തല സ്വാഭാവികമായിട്ടും മത്സരക്കളത്തിൽ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകളിലൊക്കെ സജീവമായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ വി എം സുധീരൻ, ഇവരൊക്കെ തന്നെ വീണ്ടും മത്സരക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു പേര് വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഡൽഹിയിലുള്ള ഹൈക്കമാൻഡാണ് എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഇവരെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വി ഡി സതീശൻ എങ്ങനെ മുന്നേറാൻ പറ്റും? മാത്രമല്ല യു ഡി എഫിൽ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഈ സോണിയാഗാന്ധിയുടെ അടുത്ത്, രാഹുൽ ഗാന്ധിയുടെ അടുത്തൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്താം. അവരുടെ കൂടെ അഭിപ്രായം അറിയാതെ അത്തരത്തിലൊരു തീരുമാനം കേരളത്തിൽ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്താൻ ഈ വി ഡി സതീശന് സാധിച്ചോ? കാരണം ശശി തരൂരിനെ ഒരു കാലത്ത് ഈ മുസ്ലിം ലീഗ് കൈവെള്ളയിൽ എന്നാണ് എടുത്തുകൊണ്ട് നടന്നത്. പക്ഷേ ആ രീതിയിൽ മുസ്ലിം ലീഗ് വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ ഇത് സാധ്യമാവും? അല്ല, മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ഒക്കെ സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടിന് വിരുദ്ധമായിട്ട് ഒരു നിലപാട് അവിടെ പ്രഖ്യാപിച്ചത്. അത് നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ അദ്ദേഹം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം നിലപാടിൻ്റെ രാജകുമാരൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നല്ല എന്നും അവർക്കൊറ്റ നിലപാടേ ഉള്ളൂ, അത് മതരാഷ്ട്രവാദമാണ്. നമ്മളുടെ ഭരണഘടനയെ പോലും അംഗീകരിക്കാത്ത അത്രമാത്രം മത തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന സംഘടനയാണ്. അവരെന്തിനാണ് സതീശൻ കൊണ്ടു നടക്കുന്നത്? അത് നേരത്തെ സിനേജി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. മുസ്ലിം സമുദായത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും ഒരു ഹൃദയത്തിൽ ഇടം നേടുക എന്ന് പറയുന്ന സ്വന്തം നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മുസ്ലിം സമുദായത്തിൻ്റെ അംഗീകാരം നേടാനുള്ള ശ്രമം നടത്തുകയും അതിൽ ഏതാണ്ട് അദ്ദേഹം വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ആ വിജയം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് സ്വന്തം നിലപാടിനെ കാലുമടക്കി അടിച്ചു നിൽക്കുന്ന സ്ഥിതി എന്ന് നമുക്ക് വ്യക്തമാക്കുന്നതാണ്. അപ്പോഴും പറയുന്നത് നിലപാടിൻ്റെ രാജകുമാരൻ എന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തിലിപ്പോൾ ഉള്ള ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും പ്രത്യേകിച്ച് നിലപാടുകളൊന്നുമില്ല. ഒറ്റ നിലപാടേ അവർക്കുള്ളൂ, അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. ആ തരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറിപ്പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ ശബരിമല വിഷയത്തിൽ അതിൻ്റെ കേസ് വരികയാണ് ചെയ്യുന്നത്. പുതുതായിട്ട് കേസ് വരുന്ന സമയത്ത് LDF, CPM അവർക്കൊരു നിലപാട് നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് നിലപാട്? യുവതി പ്രവേശം എന്ന് പറയുന്നതിന് അവർ സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അനുകൂലമായിട്ടുള്ള സത്യവാങ്മൂലമാണ് അവർ നൽകിയത്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ പറ്റില്ല, ആ നിലപാട് മാറ്റണം, ആ നിലപാടിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന നിലയിലേക്കാണ് അവരെത്തിക്കഴിഞ്ഞത്. ഇങ്ങനെ പലയിടങ്ങളിലും നിലപാടുകൾ മൗനങ്ങളായി മാറുന്ന കാഴ്ച നമുക്ക് കാണാം. അതിൽ സതീശനും ഒരു അപവാദമല്ല. എല്ലാവരും അങ്ങനെയാണ്. എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞതിനിടയിൽ അധികാരമാണ്. അതിനുവേണ്ടിയുള്ള സഞ്ചാരത്തിലാണ് അവർ യഥാർത്ഥത്തിൽ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യാത്രയുടെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു വിജയം സതീശൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു.
കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും അത് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പടം, അതിൻ്റെ താഴെ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള കുഞ്ഞന്മാർ ഇരിക്കുന്നത് നേരത്തെ വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും. അതൊക്കെ മനഃശാസ്ത്രപരമായ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ സതീശൻ വിജയിച്ചു. സതീശൻ്റെ ടീമാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇടയ്ക്ക് ഷാഫിയൊക്കെ ചില ആളുകളെ പിടിച്ച് ഞെക്കി പിടിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കലാപരിപാടികളായിട്ട് മാത്രം നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് കോൺഗ്രസ്സുകാരിലാണ് ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നത്, ആര് മുഖ്യമന്ത്രിയാവുന്നുള്ളത്. അത് സതീശൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടിച്ച് പരത്തി ശരിപ്പെടുത്തി, ഞാനാണ് മുഖ്യമന്ത്രി, നിങ്ങൾ കുഞ്ഞന്മാരാണ് എന്ന് പറഞ്ഞ് ആ പോസ്റ്റർ തന്നെ ഇവരൊക്കെ ചെറിയ ചെറിയ പോസ്റ്റ് സ്റ്റാമ്പുകളാക്കി മാറ്റിയിരിക്കുക. ശ്രദ്ധയിലെ പോസ്റ്റർ. പക്ഷേ അതിനകത്ത് ഒരു സംശയം വരുന്നത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടാൻ കഴിച്ചു. അതിനുശേഷം VD സതീശൻ തന്നെ പറഞ്ഞത് ഇത്രയും വലിയ വിജയം നേടിയത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമെന്നാണ്. അതായത് കോൺഗ്രസിൻ്റെ മികവ് കൊണ്ടോ UDF മികവ് കൊണ്ടോ അല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. LDF സർക്കാരിനെ മടുത്തപ്പോൾ ജനങ്ങൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്തു. ആ വോട്ട് UDF പെട്ടിയിലേക്ക് വീണു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായിരിക്കില്ല പാറ്റേൺ. കാരണം ചില മണ്ഡലങ്ങൾ നിയമസഭാ സാമാജികരുടെ കുത്തകയാണ്, അവരവിടുന്ന് മാറ്റില്ല. ഇത്തവണ LDF പറഞ്ഞിട്ടുണ്ട് 2 ടേം എന്ന് പറയുന്ന വ്യവസ്ഥയൊന്നും നിർബന്ധമല്ല എന്നുള്ളത്. വിജയിച്ച് വരാൻ കഴിയുന്ന CPM നേതാക്കളെ MLA മാരെ അവിടെ തന്നെ മത്സരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അത് UDF വലിയ ഭീഷണിയല്ലേ? കാരണം വോട്ട് മറിക്കൽ തന്ത്രമോ BJP മുമ്പില്ലാത്ത വിധമുള്ള ഒരു കുതിച്ചുചാട്ടമോ ഒക്കെ തന്നെ UDF വിലങ്ങുതടിയാവില്ലേ? അല്ല, സിനുജിക്കോ എനിക്കോ അതൊക്കെ സംസാരിക്കാം. ഇത് VD സതീശൻ സമ്മതിച്ചു തരുമോ? തരില്ല. VD സതീശൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ പത്രപ്രസ്താവനയല്ല, അദ്ദേഹത്തിൻ്റെ വലിയ ഇൻ്റർവ്യൂ മാതൃഭൂമിയിലും അതുപോലെ മനോരമയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ കേരളം രൂപീകൃതമായതിനു ശേഷം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഈ മന്ത്രിസഭ എന്നാണ്. ആ മന്ത്രിസഭയിലെ അംഗങ്ങളാണല്ലോ MLA മാരെന്ന് പറയുന്നവർ, അല്ലേ? അവരുടെ നിൽക്കുന്ന അവരൊക്കെ വളരെ മോശമാണ്. പിന്നെ അവരെങ്ങനെ ജയിക്കാൻ? അവരൊക്കെ തോറ്റു തൊപ്പിയിടും. മനസ്സിലായി? UDF 100 സീറ്റിനേക്കാൾ കൂടുതൽ കിട്ടും. 100, 101, 102, 103 എന്ന് പറഞ്ഞവരെണ്ണം എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഉയർത്തുന്ന ഈ വാദം അതൊക്കെ എതിർ ക്യാമ്പുകളുടെ ആത്മവിശ്വാസത്തിന് വേണ്ടി അവർക്ക് കൊണ്ട് നടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. UDF മുന്നിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു ഭരണകൂടം അവർ ഭരിച്ച് അവർ നശിച്ച് അവർ ജീർണിച്ച് അവർ പുറത്തു പോകുന്നു. അപ്പോൾ പകരം ഒരാളെ എടുത്തു വെക്കുന്നു. അവരാണ് വിജയികളായിട്ട് വരുന്നത്. 5 വർഷം LDF 5 വർഷം UDF എന്ന പഴയകാലത്തെ ഇക്വേഷൻസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. മടുത്ത് ഇവരെ തല്ലി പിടിക്കുകയാണ് ചെയ്യുന്നത് ഭരിക്കാൻ. ഇത് കഴിഞ്ഞ് കോൺഗ്രസ് വരും. സതീശൻ്റെ നേതൃത്വത്തിൽ തന്നെ വരുന്ന ആ സർക്കാരിനെയും ആളുകൾ വഴിയിലിട്ട് ഓടിച്ചിട്ട് അടിക്കും. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ സർഗാത്മക ശേഷിയുള്ള നേതൃത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവരെ അടിച്ചോടിക്കുന്നത് പോലെ ജനങ്ങൾക്ക് അവരെയും അടിച്ചോടിക്കേണ്ടതായിട്ട് വരും. കാരണം അതിനപ്പുറത്തുള്ള ശേഷി, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയോ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ഡയമെൻഷൻസോ കാതലായ മാറ്റങ്ങൾക്ക് അതേപോലെ തന്നെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഭരണനിർവഹണത്തിന് സാധ്യതയില്ലാത്തതാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പിണറായി പിടിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കർക്കശമായിട്ടുള്ള ചില സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ശരിക്കും. ഇപ്പോൾ ഈ NH-66 പോലെ ഗെയിൽ പൈപ്പ് ലൈൻ, പിന്നെ ഇപ്പോൾ അവർ കുറച്ച് കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അതിവേഗ റെയിൽ എന്ന് പറയുന്നത് അതുമിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള ചില ഉറച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എന്തെങ്കിലും പോസിറ്റീവ് ക്യാരക്ടർ നിലനിർത്താനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിലും അവർക്ക് പോസിറ്റീവ് ക്യാരക്ടർ നിലനിർത്താനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അവരുടെ സമീപനത്തിൽ വരുന്ന ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെയാണ് അവർക്ക് വളരെ ശക്തമായിട്ടുള്ള നെഗറ്റീവ് വോട്ടുകളെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ഈ ദേശീയപാത 66 അതിൻ്റെ വികസനം ഇതൊക്കെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് പറയുന്നത്. പക്ഷേ അതങ്ങനെ അല്ല, ഞങ്ങളുടെ മികവാണെന്ന് പറഞ്ഞിട്ട് LDF വലിയ പ്രചരണം നടത്തുന്നു. ഇതിനെതിരെ ശക്തമായ ഒരു നീക്കം നടത്താൻ UDF സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇനി മറ്റൊന്ന്, ഈ കരുണാകരൻ്റെ കാലത്തായാലും അല്ലെങ്കിൽ AK ആൻ്റണിയുടെ കാലത്തായാലും ഉണ്ടായിരുന്ന ഒരു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും ഉണ്ടായിരുന്ന പോലെ ഒരു പവർഫുൾ ലീഡർഷിപ്പ് അല്ല ഈ പറയുന്ന VD സതീശൻ്റെ. അപ്പോൾ LDF ഭരണപരാജയങ്ങളെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയൊന്നുമല്ല ഇത്. LDF വീഴ്ചയെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ LDF ഭരണവിരുദ്ധ വികാരത്തെ അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമമാണ് VD സതീശൻ നടത്തുന്നത്. പക്ഷേ ഇത്രയും കാലം ആൻ്റണി ആയിക്കോട്ടെ, കരുണാകരനായിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, ഇവരൊക്കെ മുഖ്യമന്ത്രി ആകുന്ന സമയത്തും അവസാന വാക്കെന്ന് പറയുന്നത് ഹൈക്കമാൻഡിൽ നിന്നാണ്.
ഈ വി ഡി സതീശന് ഇത്രയൊക്കെ വെള്ളം കോരിയാലും അവസാനം ഹൈക്കമാൻഡിന്റെ ഒരു സഹായം വേണ്ടേ? അല്ല, ഞാനതിനകത്ത് കാണുന്നത് ഒന്ന് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യത തീരെയില്ല. കാരണം കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിലാണ് ഇരിക്കുന്നത്. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞാലും കെ സി വേണുഗോപാൽ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കും. കെ സിയുടെ ഇഷ്ടം അത് തന്നെയായിരിക്കും. എൻ്റെ പാവയായിട്ട് ഇവിടെ ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിന് ഉണ്ടാവട്ടെ എന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നടത്തുന്ന ആ പരാമർശം ഉണ്ടല്ലോ കെ സി വരും എന്നുള്ളത്, അത് വിടാൻ കെ സി വരില്ല. പിന്നെയുള്ള രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സതീശനെ മറികടക്കാനായിട്ട് കഴിയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇതുവരെ നടത്തിയ കരുനീക്കങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, സതീശന് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സതീശനെ ആഗ്രഹിച്ച തരത്തിലാണ് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് സണ്ണി വരുന്നത്. സണ്ണി വെറും പാവയാണ്. അതായത് സതീശൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു ശേഷിയും സണ്ണിക്കില്ല. പക്ഷേ സുധാകരൻ അങ്ങനെ ആയിരുന്നില്ല. സുധാകരൻ്റെ അടുത്ത് സതീശൻ വെക്കിട്ട് കയറാൻ ചെന്നാൽ സുധാകരൻ അടിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് സുധാകരനൊപ്പം പോകാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത്യാവശ്യമായിട്ടുള്ള കരുനീക്കങ്ങളൊക്കെ നടത്തി സുധാകരന് വെളിവില്ല, തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞിട്ട് സുധാകരനെ പുറത്താക്കുന്നത്. അത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സതീശന് കഴിഞ്ഞു. അത് സതീശൻ്റെ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ സതീശന് ഇഷ്ടപ്പെട്ട, സതീശൻ പറഞ്ഞ് കേൾക്കുന്നതായിട്ടുള്ള ഒരു KPCC പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ കോൺഗ്രസ് വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം സതീശനിൽ നിന്ന് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഇപ്പോൾ കേരളത്തിൽ വേറെ ഇല്ല. അതാക്കി തീർത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പുതുയുഗ യാത്രയുടെ പോസ്റ്റർ മാത്രം കണ്ടാൽ, ആ പോസ്റ്ററിൽ എല്ലാ നേതാക്കളും അടിച്ച് പരത്തി ചെറിയ സ്റ്റാമ്പൊക്കെ അതിനകത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് അവർക്കുണ്ടാവും അവൻ ശരിപ്പെടുത്തിയല്ലോ നമ്മളെന്ന്. പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റാത്ത കണ്ടീഷനിലേക്ക് പുള്ളി എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.